ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. രാത്രി നല്ല മഴയായിരുന്നു. അതിൻ്റെ മഴ തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴ നിന്നിട്ടൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ചാറിങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻസ് ആയിട്ട് അയക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ പിടിക്കാനുണ്ട്. കാരണം നമ്മുടെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ, ഹൗസ് കണക്ഷൻ ഉണ്ട്. അതിന് അങ്ങനെ എടുക്കാറില്ല, താത്താൻ്റെ വീട് പണിക്കൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിവർത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ വെള്ളം എടുക്കുന്നത്. അപ്പം മേലേക്ക് ഇടുകയാണ് ചെയ്യാറ്. അപ്പോൾ ആദ്യത്തെയും വെള്ളം കഴിഞ്ഞു. നമ്മുടെ ചെറിയ ടാങ്ക് ആയ കാരണം കൊണ്ട് പിടിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ബക്കറ്റിൽ മഴവെള്ളമൊക്കെ പിടിച്ചിട്ട് ബാത്റൂമിലൊക്കെ അകത്തേക്കൊക്കെ കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളെ ഇങ്ങനെ ആക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഫാബ്രിക്കേഷൻ്റെ വർക്കിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമൊന്നും കിട്ടാറില്ല ഇക്കാക്ക് മക്കളെയും കൊണ്ട് കളിക്കാനൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവരെയും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂത്താൾ എണീറ്റ് ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞത് അവനൊക്കെ ഊരിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കഥാ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഇതാക്കുകയാണ്. കാരണം വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാലും രാത്രി 7 മണി 8 മണിയൊക്കെ അപ്പോഴേക്കും പിന്നെ ചെറുതൊക്കെ ഉറങ്ങേണ്ട സമയമായിട്ടുണ്ടാവും. അപ്പം അധികം നേരമൊന്നും കിട്ടാറില്ല. അപ്പം ഇങ്ങനെ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് നേരം അവരായിട്ടൊക്കെ അങ്ങനെ ഇരുന്നിട്ട് കളിക്കുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഇങ്ങനെ ഞാനാണ് ഇപ്പോൾ ചില കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഭയങ്കര കഷ്ടകാലങ്ങളും പരീക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം എന്താ പറയുക, മോട്ടർ കേടൽ പറഞ്ഞാൽ വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ. മോട്ടർ കേടലും ഇക്കാൻ്റെ വണ്ടി കേടുവരലും എല്ലാം കൂട്ടും. അപ്പോൾ ഉമ്മ അതാ രാവിലെ തന്നെ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. കാരണം ചായയുടെ കടിയിൽ ഞാൻ ഉണ്ടാക്കണില്ല പറഞ്ഞു. കുട്ടികൾക്ക് വലിയ ഇതുമില്ല. പിന്നെ അതുമല്ല മറ്റേ വെള്ളമില്ലല്ലോ, വെള്ളമില്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ അതിനൊന്നും മെനക്കെടണില്ല. അപ്പോൾ ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കുടിക്കാനും മറ്റേ ഫുഡ് ഉണ്ടാക്കാനും അതിനുള്ള വെള്ളമൊക്കെ രാവിലെ പോണതിന് മുന്നേ ഇങ്ങനെ മുക്കി തരും കേട്ടോ. നമ്മളെ കിണറിൽ മോട്ടർ വെച്ചിട്ട് അടിക്കുന്ന കാരണം കൊണ്ട് നമ്മളെല്ലാം പൈപ്പ് വഴി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോരാനുള്ള സംഭവമൊന്നും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊന്നും അങ്ങനെ കോരൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് അതൊക്കെ മാറ്റിയിട്ടു. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ വെള്ളം കുറച്ചൊക്കെ മേലെ നിൽക്കണം. അതുകൊണ്ട് ഇങ്ങനെ രാവിലെ പോകുമ്പോൾ ഇങ്ങനെ വെള്ളം മുക്കിയെടുത്ത് തരും കേട്ടോ. ഞാനെങ്ങനെ മുക്കിയെടുക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് കൂപ്പടിച്ച് വീഴും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനിയൊക്കെ വർക്കിന് പോണതിന് മുന്നേ പാത്രങ്ങളിലൊക്കെ ഇതാക്കി കോരിത്തരും. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് നിറച്ച് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് കേട്ടോ എടുക്കാറ്. കാരണം എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ഇങ്ങനെ മുക്കിയെടുക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ വന്ന് വെള്ളത്തിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനും കുടിക്കാനും തിളപ്പിക്കാനും ഒക്കെ ഉള്ള വെള്ളം അങ്ങനെ ആക്കി വയ്ക്കും കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ടാങ്കിലെ വെള്ളം കഴിഞ്ഞ കാരണം കുറച്ചധികം തന്നെയൊക്കെ മുക്കിയിട്ട് നിറച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ബക്കറ്റിലൊക്കെ നിറച്ച് വെച്ച് തന്നിട്ടാണ് പോയിട്ടുള്ളത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ വെള്ളമൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതുവരെയൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഒപ്പിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ പിടിച്ച് വെച്ചത്. നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ വെള്ളം പിടിച്ച് വയ്ക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പണി വരുമ്പോൾ ഒന്നിച്ചാണ് കേട്ടോ വരുന്നത്. ഇക്കാൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി, അത് കാരണം ഇക്കാക്ക് മീൻ പോകാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി വേറെ നോക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മോട്ടർ കംപ്ലൈൻ്റ് ആയി, മക്കൾക്ക് സുഖമില്ല, മൊത്തത്തിൽ ഓരോരോ കാര്യമായിട്ട് ഒന്നിച്ചാണ് കേട്ടോ വരുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ. ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ കൂടെ വണ്ടി വിളിച്ചും കൊണ്ടാണ് വേറെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഒക്കെ തരണം ചെയ്തല്ലേ പറ്റൂ, അല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ മോനിതാ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അവനാണ് ഈ വെള്ളം പിടിക്കുമ്പോൾ ഇങ്ങനെ ഈ അരിപ്പ വെച്ച് കൊടുക്കുന്ന പണി കേട്ടോ. അത് അവൻ വന്നിട്ട് ചെയ്യും കേട്ടോ. എപ്പോഴും വന്നിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അരിപ്പ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങണ്ടടാ പറഞ്ഞാൽ മഴ പെയ്തിട്ട് മഴച്ചാറ്റിലും ഉണ്ട്, ഇറങ്ങണ്ടടാ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നേ ഇല്ല കേട്ടോ. അവൻ ഞാൻ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവന് അതിൻ്റെ ഇടയ്ക്കൊരു മുട്ടയ്ക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ചോറ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ അവനെന്തായാലും ഒരു മുട്ട വേവിച്ച് കൊടുത്തതാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പം ഇന്ന് അംഗൻവാടി ഉണ്ട് കേട്ടോ. പക്ഷെ അംഗൻവാടിക്ക് വിടുന്നില്ല, ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ താത്ത പോകുന്നുണ്ട്. അപ്പോൾ അവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും പോകണില്ല കേട്ടോ. അപ്പം മോനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ എന്താ രാവിലെ വെള്ളച്ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളച്ചോറ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറ് എന്തായാലും വെന്ത് കിട്ടാൻ കുറച്ച് സമയമല്ലോ. അപ്പോൾ നല്ല വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കറിയും വഴുതനങ്ങ ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് രാവിലെ ഇത് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഇക്കാക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ആളത് കഴിച്ച് തൃപ്തിപ്പെടും കേട്ടോ. എന്നിട്ട് രാവിലെ വർക്കിന് പോവാണ് കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ വെയിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മഴ തന്നെ ആവും കേട്ടോ. അപ്പോൾ ആ വർക്കിന് പോവാണ്. അപ്പോൾ മറ്റാൾ നല്ല കരച്ചിലാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പണികളൊക്കെ കുറച്ചൊക്കെ ചെയ്തുള്ള വെള്ളം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്താ കല്യാണത്തിന് വോയിസ് കൊടുക്കുമ്പോൾ പിള്ളേരെ ഒപ്പം ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഇടയിൽ കരച്ചിലൊക്കെ കേട്ടത്. അപ്പോൾ ഇത് അവനെ കല്യാണത്തിന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ താത്താൻ്റെ അങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അവന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അവൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ആക്കി കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ ബേബിനെ ചെറുതിനെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനുറങ്ങി. ഇനി ബാക്കി കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ വൈകുന്നേരം ഉച്ചയ്ക്ക് പിന്നെ ഫുള്ള് മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്കും നല്ല മഴ തന്നെയാണ് കേട്ടോ. അതായിക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പിന്നെയുള്ള കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കണം. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ വെക്കണം. പിന്നെ ഉപ്പേരിയൊക്കെ വെക്കാണ്ട് കേട്ടോ. അപ്പം മഴ അങ്ങനെ പിന്നെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടില്ല. നമ്മളോട് കയറുന്നുള്ളൂ. താഴത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറാൻ കുറച്ച് സമയം എടുക്കും. എന്തായാലും വൈകുന്നേരം രാത്രി ആകുമ്പോഴേക്കൊക്കെ എത്തും കേട്ടോ. അപ്പം ഉമ്മ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ പിടിപ്പിച്ച് ഇതാക്കി തരുന്നുണ്ട് കേട്ടോ. ചെറുത് ഇപ്പോൾ കുറച്ച് വാശിയായ കാരണം, വയ്യാത്ത കാരണം കൊണ്ട് അവന് ഭയങ്കര ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഉമ്മാണ് തീയൊക്കെ കത്തിച്ച് സെറ്റാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ പയർ ഞാൻ ഉപ്പേരിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോനൊക്കത്തുള്ള കാരണം ഇങ്ങനെ ഷെയ്ക്കായി കൊണ്ടിരിക്കുന്നു കേട്ടോ. ഫോണ് പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പയറുപ്പേരി ഇവിടെ എന്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് ഞാൻ സ്വത്തുവിന് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട്. കാരണം അവൻ അധികം എരിവ് ഇട്ട് കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവൻ കഴിക്കും കേട്ടോ. പിന്നെ ചിക്കൻ കറി എടുക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴേക്കും വിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് നല്ല നനഞ്ഞ് കുളിച്ചിട്ടാട്ടോ വന്നുള്ളത്. അപ്പോൾ ചോക്ലേറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ചെറുതിന് കൊടുത്ത ചോക്ലേറ്റ് അവൻ വാങ്ങാണ് കേട്ടോ. എനിക്ക് തന്ന ചോക്ലേറ്റും അവൻ വാങ്ങി. എല്ലാവർക്കും കൊണ്ടുവന്ന് അവൻ തന്നെ വാങ്ങിയിട്ടോ മൂത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.